ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നല്ല എനർജറ്റിക് ആയി നമ്മൾ ഗുരുവായൂരൊക്കെ പോയപ്പോഴേ മൈൻഡും എല്ലാം ഒരു എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് ഒരു എനർജിയുടെ ഭാഗമായിട്ട് നമുക്കൊരു വീഡിയോ അങ്ങോട്ട് പാസ്സാക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ചീര. ഇത് വെച്ചിട്ട് നമുക്കൊരു തോരനും കാച്ചാം, തോരൻ ഉണ്ടാക്കാം. ഇന്നലെ രാത്രിയില് ശരീരം കൊടുത്തതാ മാന്തള മീൻ. അത് വറക്കാനും കറി വെക്കാനും കൂടെ നോക്കാം. നമുക്കൊരു കറി വെക്കാൻ വേണ്ടി കുറച്ചിട്ടിട്ട് പേരിനൊരു ചാറ് വയ്ക്കാം, ഒരു 2 വെച്ച് വറുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിന്ന് പ്ലാൻ ആക്കിയിട്ടുള്ളത്. മീൻകറി, മീൻ വറുത്തതും ചീരത്തോരനും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് നാളികേരം ചിരകി അരച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കറണ്ട് പോകാമെന്നറിയില്ല. അപ്പോൾ അരപ്പ് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടൊന്നുമില്ല. അപ്പോൾ നാളികേരം ചിരകിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാം. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. കറണ്ട് പോവും എന്നുള്ള പേടിയോണ്ടാട്ടോ അരപ്പ് ആദ്യം എന്ത് റെഡിയാക്കണത്. മറ്റേത് കറിയൊക്കെ ആയി ഒരു പകുതി എത്തുമ്പോഴേക്കും കറണ്ട് പോണ വഴി അറിയില്ല. പിന്നെ ഞാൻ ഇത് വരണ വരെ നമ്മൾ പോസ്റ്റ് ആകും. അത് വേഗം ചിരകിയിട്ട് കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിരകാൻ വേണ്ടി വലിയ പാടാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്നുള്ളത് ഒരു അന്തും കുന്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അരച്ച് വെക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് അരച്ച് വെക്കും. എന്നിട്ടാണ് നമ്മൾ കറികൾക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ കേട്ടോ. നമുക്കറിയാലോ എന്നെ കറിയാണ് വെക്കണം. അപ്പോൾ അതിലേക്ക് അരപ്പും കാര്യങ്ങളും ആദ്യം ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ കറണ്ടിനെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ പിന്നെ നമുക്കതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ചെയ്താൽ മതി. അപ്പോൾ അത് കാരണം നമ്മൾ അതിലേക്കുള്ള നാളികേരമൊക്കെ ചിരകിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ആ നാളികേരമൊക്കെ ചിരകിയതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അരപ്പിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ജീരകം, ഒരുപാട് വേണ്ട കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ കുത്ത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത്തിരി മതി പാകത്തിന്. മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ലേശിട്ട് കൊടുക്കുക, ഒരു ടീസ്പൂണൊക്കെ. മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് നോക്കിയും കണ്ടിട്ട് മതി. ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. നല്ല എരിവാണ്. മിക്സിയുടെ ജാറ്. നമ്മുടെ ഇവിടെ അധികവും മുളക് കറി ആട്ടോ വെക്കാറ്. അരപ്പ് കറി വെക്കാറ്, മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് അരച്ച് വെക്കുന്നത് കുറവാണ്. മുളകിട്ട ചാറ് ഇല്ലെങ്കിൽ പിന്നെ വറുത്തരച്ചിട്ട്. ഇതാണ് നമ്മുടെ ഒരു ഇത്. ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് പോലെ അരയ്ക്കാം. ഇതെല്ലാം ഇതിലിട്ട് കൊടുത്തു ഒരുമിച്ച് അരയ്ക്കാം. അല്ലാണ്ടിയും വെക്കാം കേട്ടോ. മാങ്ങ ഇരിക്കുന്നുണ്ട്, ഞാൻ പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ട് എനിക്ക് അതിൻ്റെ ഓർമ്മ. അങ്ങോട്ട് വെച്ചാൽ മതി. മാന്തള പിന്നെ ഇങ്ങനെ വെക്കണേ നല്ലത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇത് അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് നമ്മുടെ അരച്ച അരപ്പ് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. ഇതിലേക്ക് മാങ്ങ ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. പക്ഷേ മാന്തളിലേക്കൊക്കെ പുളി പിഴിഞ്ഞിട്ട് നാളികേരം അരച്ചതാണ് ടേസ്റ്റ്. മാങ്ങയൊക്കെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കഷ്ണം മീനോ അല്ലെങ്കിൽ അയിലയോ മത്തിയോ ഇതിലേക്ക് എല്ലാത്തിലേക്കും മാങ്ങ ഇടാം. പക്ഷേ ഞാനത് വിട്ടുപോയി കേട്ടോ. എന്നിട്ട് ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി പുളി പിഴിഞ്ഞിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടിയിൽ അരപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് പുളി പിഴിഞ്ഞ് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതിലേക്ക് 2-3 പച്ചമുളകും ഒരു തക്കാളിയും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടെ പഴുത്ത തക്കാളി ആയിട്ട്. അപ്പോൾ ഒരെണ്ണം കുറച്ച് വലുതാണ്, അപ്പോൾ ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ചട്ടിയിൽ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് 2 നേരത്തിലേക്ക് ധാരാളം ഉണ്ടാവും, ചിലപ്പോൾ ബാക്കിയും വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയാണ് നമ്മുടെ കറിക്ക് പാകത്തിനുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും തക്കാളി അരിഞ്ഞിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ചതച്ചു. അപ്പോൾ കറിയിലേക്കും വറക്കണയിലേക്കും കൂടെ ഉള്ളത് നമ്മൾ ചതച്ച് വയ്ക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ വറക്കണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റാണ് കേട്ടോ. അല്ലാണ്ട് വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മീനിന് എന്തോ ഒരു ടേസ്റ്റ് കുറവ് തോന്നും. അതങ്ങനെ ശീലമായിട്ടായിരിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എന്തായാലും ഇടും കേട്ടോ, ചെറിയുള്ളിയും കൂടെ ചതച്ചിടുവേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മീനിൻ്റെ ഗ്രേവി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു. എന്നിട്ട് കത്തിച്ചു കൂട്ടാൻ. ഈ തിള വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. മാന്തളിന് വല്ലാണ്ട് വേവൊന്നുമില്ല. അപ്പോൾ അരപ്പ് നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റിയിട്ടു. എന്നിട്ട് നമ്മളിനി മറക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ എന്തൊക്കെയാണ് ഈ പറയണത് അല്ലേ. മസാലയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ചതച്ചിട്ടില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, ചെറിയുള്ളി ഇല്ല കേട്ടോ, ഒന്നും ചതച്ചിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അങ്ങോട്ട് മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വരെ അങ്ങോട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതും കൂടെ ആക്കി വെച്ചു. നമ്മൾ ചിരകിയെന്ന് ഒരു പിടിയോളം
നാളികേരം മാറ്റി വെച്ചത് നമ്മുടെ തോരലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ചീര സൂപ്പർ ചീരയായിരിക്കും. എന്താ വെച്ചാൽ ഇങ്ങനെ ഈ പറമ്പിലൊക്കെ ഉണ്ടാവണേ വളം ഇടാത്ത ചീരയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ബാഗിലുണ്ടായിരുന്നല്ലോ, ഇപ്രാവശ്യം ഇല്ല കേട്ടോ. ഉള്ളതൊക്കെ പൊട്ടയാവുക, ഇലകൾക്കൊക്കെ കേട് വരിക. നമ്മൾ നട്ടതല്ല കേട്ടോ, നടാണ്ട് ഇങ്ങനെ പടുമുളം മുളച്ചിട്ട് വരില്ലേ, സ്വമേധയാ മുളച്ച് വരില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഈ പറമ്പിലുണ്ടായിട്ടുള്ളത്. എനിക്ക് എന്തോ ഭാഗ്യത്തിന് അപ്പോൾ ഇറങ്ങാൻ തോന്നിയോണ്ട് എനിക്ക് ഇത്രയും ചീര കിട്ടിയിട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുനുകുനാന്നനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പാത്രം അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഞാൻ ഇപ്പോൾ എടുക്കുള്ളൂ. നാളെ എനിക്ക് പരിപ്പും ചീരയും കൂടെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ കറി തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മീൻ, ഒരു 3-4 മീനേ ഉള്ളൂ പേരിന്. ആ ഒരു മീൻകറിയുടെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളേ ഉള്ളൂ. ഇവിടെ വറുത്ത മീനാണ് കേട്ടോ എല്ലാവർക്കും കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വറുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. വെച്ചാൽ കറിക്കും വറുക്കാനിലേക്കും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചൊന്നാൽ 4 വറുക്കയിലും ചെയ്യാമെന്ന്. അപ്പോൾ ഇനി നമ്മുടെ കറി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവയും പിന്നെ ചെറുള്ളിയും നമ്മുടെ വേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട്, ചെറുള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ബ്രൗൺ കളറാവണ വരെ മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി സെറ്റ് ചെയ്തു. എന്നിട്ട് അത് അങ്ങോട്ട് അടച്ചു വെച്ചു. ഇനി നമ്മൾ നമ്മുടെ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ചെറുള്ളി, ഒരു 2 വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണ്. കുറച്ചധികം ചെറുള്ളി എടുക്കും കേട്ടോ ഞാനിതിലേക്ക്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. ഞാനിത് അതിലുള്ളൊരു പകുതി മുക്കാലോളം നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു. ബാക്കി ഞാൻ എന്താക്കി വെച്ചാൽ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നാളേക്ക് പരിപ്പും ചീരയും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചു. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അവിടെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് മുരിങ്ങ, ചീര, പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ എല്ലാവർക്കും പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമായി. എന്നെക്കൊണ്ട് ഇത് മതിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങുപ്പിലിട്ടതോ അല്ലെങ്കിൽ മാങ്ങച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഉപ്പേരിയൊക്കെ സെറ്റായി. ഇനി അതിലേക്ക് നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 സെക്കൻഡും കൂടെ അടച്ച് വേവിച്ചിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഉപ്പേരി സെറ്റായി, നമ്മുടെ മീൻ കറി സെറ്റായി. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി പാനിൽ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കത് മീനും കൂടെ വറുക്കാം. ഒരൊറ്റ ട്രിപ്പിന് വറുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു 2 വെച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. വൈകിട്ടത്തേക്ക് ഇനി ഷാജേട്ടൻ വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഇതൊന്നൊരു 3-4 എടുത്തിട്ട് ഷാജേട്ടന് വറുക്കുകയും ചെയ്തു. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വറുക്കാനുള്ളതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്, കുളിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഉച്ചരിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ നല്ല വെയിലായി. ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പം ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വൈകും നീക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നേരത്തെ കാലത്ത് നീക്കാൻ പറ്റാത്തതുകൊണ്ട്, എന്താ വെച്ചാൽ ഇപ്പോൾ ഷാജറ്റിന് ഈ വർക്ക് അവർ പോണ കാരണം കൊണ്ട് നേരത്തെ കാലത്ത് നീക്കാറുണ്ട്. അതിനിടെ ലീവുള്ള ദിവസങ്ങളിലാണ്, പോവാത്ത ദിവസങ്ങളിൽ നമ്മൾ വൈകും നീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തോന്നും ഇപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് നീക്കണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അതാണ് ഇങ്ങനെ നേരം വൈകണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 7-8 മണിയുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ചോറും കറിയും ഉപ്പേരിയും ചായയും പലഹാരവും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള നേരം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സമയം കിട്ടും. ഇതാവുമ്പോൾ ഒന്നിനും സമയം തികയില്ല കേട്ടോ. മടി പിടിച്ച് നീറ്റ് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മടി പിടിച്ചിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കറിയുടെ പരിപാടി, മീൻ വറുക്കലൊക്കെ കഴിഞ്ഞ് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ട് നേരെ നമ്മൾ താളി വറുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിന്ന് താളി തേച്ച് കൊടുക്കുക. സ്കൂള് കൂട്ടുറാൻ്റെ മുന്നേ വലിയ പ്ലാനായിരുന്നു അല്ലേ? താളി തേച്ച് കുളിക്കും, എണ്ണ തേച്ച് കുളിക്കും. ഒന്നും നടന്നിട്ടില്ല. 2 ദിവസം നടക്കും, പിന്നെ നിർത്തും. അല്ലാതെ തന്നെ ഓട്ടപ്പാച്ചിലൊരു സമാധാനം വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിക്കും ഇപ്പോൾ സമാധാനം ഉണ്ടായിട്ട് ചെയ്യാനുണ്ടാവില്ല അല്ലേ? അതെ, ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്നും നേരം കിട്ടില്ല. ഉള്ള നേരത്ത് നമ്മളങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഒരു സമാധാനം. പക്ഷേ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ നാളെ ഷോർട്സ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഉണ്ട് ഇവിടെ. സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ പാടൊന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെച്ചിട്ടും ചെയ്യാറുണ്ട്. കഞ്ഞുണ്ണി എന്തോ പറിക്കണ്ടേ? പാടത്തുണ്ടാവും. കഞ്ഞുണ്ണി ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ വെച്ചിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. അങ്ങനെയും ചെയ്യാറുണ്ട്, കഞ്ഞുണ്ണിയായിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ പൂച്ചിട്ടിക്ക് വേണ്ടേ? വേണം. ഇത്രയും മതി. പോവാം. ആ പോവാം. പൊട്ടിക്കല്ലേ. ബാ.
സ്കൂൾ പൂട്ടുന്നതിൻ്റെ മുന്നേ നമുക്ക് വലിയ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. എണ്ണ തേച്ച് കുളിക്കണം, താളി തേക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. ഒരു പ്രാവശ്യത്തെ നടന്നോ എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്തായാലും താളി തേച്ച് എന്താ വെച്ചാൽ മുടി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുടി കൊഴിയുന്നുണ്ട്. പക്ഷെ മുടി ഡ്രൈ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോക്കാണ്ട് എണ്ണയൊക്കെ തേക്കാണ്ട് നേരത്തിനും കാലത്തിനും എണ്ണയും താളിയൊന്നും തേക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് അങ്ങോട്ട് താളി തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആഴ്ചയിൽ 2 പ്രാവശ്യം നല്ലോണം എണ്ണ തേച്ച് കുളിക്കണം. ഇപ്പോൾ നമ്മുടെ തലയിലായാലും ബോഡിയിലായാലും കുളിക്കണ എണ്ണ തേച്ചിട്ട് നമ്മൾ വല്ല ചെറുപയർ പൊടിയോ കടലമാവോ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തായാലും ചെയ്യും. പൂജയ്ക്ക് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടിയാണ്. ഞാൻ എന്തൊക്കെ പ്രശ്നം തല കുത്തി മറയുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതിനൊക്കെ സമയം കണ്ടെത്തിയിട്ട് ഞാൻ ചെയ്യും. എനിക്ക് എന്താ വെച്ചാൽ അത് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പൂജിറ്റി പറയും അതിനൊക്കെ സമയം മെനക്കെടല്ലേ എന്ന് പറഞ്ഞിട്ട് അവളത് ചെയ്യാറുമില്ല. അപ്പോൾ ഞാൻ എന്തായിച്ചാൽ വേഗം വന്നിട്ട് പൂജിറ്റി ഇവിടെ അടിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ എല്ലായിടം കൂടി തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേർക്കുമല്ലോ. അയ്യോ വലിയ മയില് കണ്ട മയിലല്ലേ. എണ്ണ തേച്ച് താളി തേച്ച് കുളിക്കാം. ഞാൻ ഇതിനകത്ത് റോസ്മേരിയുടെ എസൻസ് കൂട്ടിയിട്ടാണ്, എസൻസും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെയാണ് കേട്ടോ തേക്കാറ്. ഇപ്പോൾ ഉച്ചയായപ്പോൾ ഇനിയിപ്പോൾ വിചാരിച്ചു ഒക്കെ കൂടെ എന്തായാലും പണി കിട്ടും. നമ്മൾ ഇതാക്കല്ലേ, എന്താ താളിയും കൂടെ തേക്കുമ്പോഴേക്കും എവിടെ എത്തുമെന്നാവോ. ഇവിടെ തേക്കുമ്പോഴേക്കും എന്താവും, ചിലപ്പോൾ നീരാവും. സൗണ്ടാണ് ഞാൻ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ അങ്ങനെ തലയിൽ കുളിങ്ങനെ എണ്ണ തേച്ചിട്ട് താളി തേച്ചിട്ടൊക്കെ. അതുപോലെ നമ്മുടെ മേല് തേച്ച് കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എണ്ണ തേക്കാറില്ല ഗൈസ്. എണ്ണ തേക്കാറില്ല ഗൈസ്. അതുകൊണ്ട് തേക്കാറൊക്കെ ഉണ്ട് എപ്പോഴെങ്കിലും. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. എനിക്ക് അങ്ങനെ എണ്ണ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോയില് എണ്ണ തേക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അപ്പം എണ്ണ തേച്ച് ചെറുപയറോ കടലമാവൊക്കെ തേച്ച് കുളിക്കുമ്പോൾ നല്ല ഇത് ഇതിനകത്തും ഞാൻ റോസ്മേരിയുടെ മുഖം കാണുന്നുണ്ടോ, റോസ്മേരിയുടെ എസൻസ് ഞാൻ ഒഴിക്കാറുണ്ട്. ഇത് ഞാൻ ഒഴിച്ചിട്ടില്ല. പാല് കിട്ടുകയാണെങ്കിൽ പാല് യൂസ് ചെയ്യാറുണ്ട് ഇതിനകത്ത്. ഇപ്പൊ നമ്മള് അതിന്റെ പൂവും കറ്റാർവാഴ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തിടയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. പല ടൈപ്പിലും നമ്മൾ താളി ആക്കാറുണ്ട് കേട്ടോ. ഈ താളി നമ്മുടെ ഈ ഷാമ്പൂനെക്കാട്ടിലും എല്ലാവർക്കും അറിയാം തേക്കുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പാണ്. മാക്സിമം ഒന്നുമില്ലെങ്കിൽ വൈകിട്ടോ രാവിലെയോ തേക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നീരിറങ്ങും. എനിക്കൊക്കെ പെട്ടെന്ന് നീരിറങ്ങും. അതുകൊണ്ട് ഞാൻ നല്ലോണം നല്ല തണുപ്പാവും. തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇരുന്നിട്ട് അങ്ങനെ കഴുകി കളയാണെങ്കിൽ ഏറ്റവും നല്ല. ഞാനൊരു 10 മിനിറ്റ് ഒന്നും നിൽക്കില്ല കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് വൈകുന്നേരം തലവേദന പെരടി കടച്ചിലൊക്കെ വരും. എന്നാലും ഞാൻ ചെയ്യും. ഇത്രയും മതി. ഇനി ഇതിങ്ങനെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുഖത്തൊരു പാക്ക് ഇടാം. ഇപ്പം നമ്മൾ പാക്ക് ഇടുന്നില്ല, പാക്കിൻ്റെ വീഡിയോ നാളെ കാണിക്കാം കേട്ടോ. നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ ഒരെണ്ണമില്ല. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. ഒരു 5-10 മിനിറ്റൊക്കെ ഞാൻ താളി തേച്ചിരുന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. എന്തായാലും ഒരു ഉച്ചയോടെ എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അത് ശീലമായതിനെ കൊണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പുറപ്പെട്ടു. അത് ചെറുതിലേ എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ണെഴുതി പൊട്ടിട്ടിട്ട് ഒരു കുറി ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ സമാധാനക്കേടാ. അത്രയും മോശം അവസ്ഥയിലാണ് ഞാൻ ചെയ്യാണ്ടിരിക്കുള്ളൂ. ഇതെനിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനപ്രയാസം കേട്ടോ. അപ്പോൾ സൺസ്ക്രീനും നമ്മുടെ ലിപ് ബാമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഈ പകലിട്ടാണെങ്കിൽ സൺസ്ക്രീൻ മാത്രമേ ഇട്ടുള്ളൂ, അങ്ങനെ പൗഡർ ഇടണം അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു പൊട്ടിട്ടിട്ട് ഒരു കുറി ഇട്ടാൽ മതി. കണ്ണെഴുതിയിട്ടില്ല എനിക്ക് വയ്യാത്ത പോലെ, ഞാൻ ടയേർഡായ പോലെ തോന്നും. അപ്പോൾ അത് കാരണം കുളി കഴിഞ്ഞപ്പോൾ നേരെ സൺസ്ക്രീനും ലിപ് ബാമൊക്കെ ഇട്ടിട്ട് ഒരു പൊട്ടും ഇട്ട് ഒരു കുറിയും വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് കണ്ണു എഴുതി. അപ്പോൾ പിന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനം. ഓക്കെ കുഴപ്പമില്ല, സെറ്റാണ്, ഓക്കെയാണ്, അങ്ങനെ കേട്ടോ. അല്ലാതെ ഇത് വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത്
ആരെ കാണിക്കാനോ പ്രഹസനം അങ്ങനെ ഒന്നുമല്ല. നമ്മളെ സ്നേഹിക്കുക, നമ്മളെപ്പോഴും നമ്മളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് നന്നാക്കുക, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഈ ഒരു 30+ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള തോന്നൽ കേട്ടോ. അല്ലാതെ നമ്മൾ വല്ലവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക, അത്രേ ഇപ്പോഴത്തെ കാലത്ത് അതേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാമുണ്ണാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മുടെ ചോറും മീൻകറി, മീൻ വറുത്തതും ചീരത്തോരനൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ കിടക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അത് മടക്കി വെച്ചു. ഇത് കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻ്റെത് ഞാനിങ്ങനെ മടക്കിയിട്ട് നമുക്കൊരു റാക്ക് ഉണ്ട്, അതിനകത്താണ് വെക്കുക. ഡെയിലി യൂസിൻ്റെ ഒക്കെ പിള്ളേരുടെ ഒക്കെ ബക്കറ്റിലായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് മടക്കി വെച്ചു. മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ അതിന് മുന്നേ രാവിലെ തന്നെ കണ്ണുകുട്ടി ബുക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവന് 10ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ 10ാം ക്ലാസ്സിൽ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഏതാണെന്നുള്ളത് അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക്. എന്ന് വെച്ചാൽ ഈ കളിയും കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തിയിട്ട് 10ാം ക്ലാസ് അല്ലേ, പാസ്സായി കിട്ടണമല്ലോ നമുക്ക്. അടുത്തത് വെച്ചാൽ പാസ്സാവുക എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, അവൻ്റെ ബുദ്ധിക്കുള്ള അവൻ്റെ മൈൻഡിനനുസരിച്ചുള്ള പഠിത്തം. അത് വെച്ചാൽ അതും അവൻ ചെയ്യണില്ല, അതാണ് ഉഴപ്പാണ്. അപ്പോൾ അതൊന്നും നോക്കി കണ്ടൊക്കെ കൊല്ലം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് പൊതിയാനും അതിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും യൂണിഫോം വാങ്ങാനും അങ്ങനെ ഈ ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ വലിയൊരു എമൗണ്ടിന് ഇപ്പോൾ അതിന് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.